ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ലുലുവിലേക്കൊരു യാത്രയിലാണ്. കുറേ നാളായി അവിടെ പോയിട്ട്. അപ്പോൾ അവിടെ ചെന്ന് വിസിറ്റ് ചെയ്ത് പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാം. അപ്പം നമ്മൾ എന്തായാലും ഇപ്പോൾ 2-3 ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം നോക്കട്ടെ, അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ട് ഇഷ്ടമാകും, പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോകും. അങ്ങനെ ആൾക്ക് കുറച്ചുകൂടെ ഞാൻ എന്താ പറയുക ചിലവ് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ലുലു വരെ നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, പീസ്. അപ്പം നമ്മൾ ലുലുവിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ പോയ സ്റ്റോർ R&B എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് അവിടെ തുടങ്ങിയ ഒരു സ്റ്റോറായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കൊന്ന് കയറി വെറുതെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ലുലുവിൽ വെറുതെ കറങ്ങാൻ വന്നാണല്ലോ, അപ്പോൾ അതിനകത്ത് കയറി. എന്നിട്ട് നിച്ചയ്ക്ക് ഷർട്ട്സ് ആദ്യം ഞങ്ങൾ നോക്കുമായിരുന്നു. ഒരു ഷോർട്ട്സ് എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ഷർട്ടോ അല്ലെങ്കിൽ ടീഷർട്ട്സോ നോക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമായ കുറച്ച് ഐറ്റംസ് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഗേൾസിൻ്റെ ഐറ്റമാണ് അവിടെ ഫുള്ള്. കുഞ്ഞു കുഞ്ഞു കമ്മലുകളും പിന്നെ തലയിലത്തെ ക്ലിപ്സും കാര്യങ്ങളും എല്ലാം അഫോർഡബിൾ റേഞ്ചിലാണ്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഭയങ്കര അഫോർഡബിൾ റേഞ്ചിലാണ് സാധനങ്ങൾ ഇവിടെ കിട്ടുന്നത്. തന്നെ റേറ്റ് സ്റ്റാർട്ടിങ് ഈസ് ഫ്രം 39 rupees. അപ്പം എനിക്കിഷ്ടമായ കുറച്ച് ഐറ്റംസ് അവിടെ നിന്നും വരി. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് കിട്ടിയില്ല, എന്നാലും എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടതും പിന്നെ ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയതുമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാനും എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കുറേ കളേർഡ് ബോട്ടിൽസ് ഉണ്ടായിരുന്നു. ഈ ബോട്ടിൽസ് ഓൾറെഡി ട്രെൻഡിലായിരുന്നല്ലോ ഒരിടയ്ക്ക്. റേറ്റ് എത്ര? 390. അതിനൊക്കെയാണ്. ഇഷ്ടപ്പെട്ട ഒരു ഇതാണല്ലോ, സെക്ഷനാണല്ലോ സ്കിൻ കെയർ ഐറ്റംസ്. അവിടെ ഹാൻഡ് ക്രീംസ്, പിന്നെ കീ ചെയിൻസ് ഭയങ്കര കളക്ഷനാണ് അവിടെ. കാണാൻ ക്യൂട്ടായിട്ടുള്ള കുറച്ച് കളക്ഷൻസ്. അപ്പോൾ അതിനകത്തുനിന്ന് എനിക്ക് വേണ്ടി നിച്ചോർണം സെലക്ട് ചെയ്തു. അത് ഞങ്ങൾ മേടിച്ചായിരുന്നു. പിന്നെ ഞാനവിടെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷവർ ജെൽസ്, ബോഡി മിസ്റ്റ്, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ അത് എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീക്ക്നെസ് അറിയാമല്ലോ, പെർഫ്യൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും നല്ല ഗുഡ് സ്മെല്ലിംഗ് ആയിട്ടുള്ള എന്തും എനിക്ക് ഇഷ്ടമാകും. അങ്ങനെ R&B കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ലുലു ഹൈപ്പർ മാർക്കറ്റിനുള്ളിലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് മാത്രമേ മേടിക്കാനുണ്ടായിരുന്നുള്ളൂ. അത് മാത്രം എടുത്ത് ഞങ്ങൾ അവിടുത്തെയും തിരക്ക് കണ്ടിട്ട് ഒരു നീണ്ട ക്യൂവിൽ നിന്ന് അവസാനം ബില്ലിംഗ് സെക്ഷനിലെത്തി. തിരിച്ച് ഞങ്ങൾ കാറിൽ വന്നിരിക്കുകയാണ്. ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ലുലുവിൽ. ഒരു വിധത്തിൽ പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾ ഒരു ജ്യൂസൊക്കെ കുടിക്കാനായിട്ട് അകത്തോട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. ടയേർഡായി നല്ല. ഇനി ഫുഡ് കഴിക്കാനും നമ്മൾ കുറച്ച് മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐറ്റംസ് നമ്മളിങ്ങനെ ചില്ലറ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് മേടിച്ചിരിക്കുന്നതെന്ന്. കുറച്ചെങ്കിലും തരുമോ എനിക്ക്? നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മസ്ക് മെലൺ ഫ്ലേവർ. ഇനിയിപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ടല്ലേ. ഇനി വൈകിട്ട് കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ വീട്ടിൽ പോവുക, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കി. വി ആർ ബാക്ക് ഹോം. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ മേടിച്ച ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് നമ്മൾ മേടിച്ചത്. പിന്നെ ലുലു കളക്ടറിനും കയറിയിട്ട് ഞങ്ങൾ കുറച്ച് ഐറ്റംസ് മേടിച്ചു. എനിക്ക് അകത്തധികം ഷൂട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ നല്ല റഷ് ആയിരുന്നുകൊണ്ട് എനിക്ക് ഉള്ളിലധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ കാണിച്ചു തരാം നമ്മളിന്ന് മേടിച്ച. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറിയെന്ന് പറഞ്ഞാൽ R&B എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിലായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ മേടിച്ചത് ഫസ്റ്റ് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു ഷർട്ട് മേടിച്ചു. എനിക്ക് ഇതിൻ്റെ കളേഴ്സ് നല്ല ഇഷ്ടമായി. അവിടെ നമുക്ക് വേറൊരു കാര്യം എന്നോട് പറഞ്ഞാൽ അവിടെ നല്ല അഫോർഡബിൾ റേഞ്ചിലാണ് സാധനങ്ങൾ ഇരിക്കുന്നത്. നമ്മുടെ ഒരു സൂഡിയോ എന്ന് നമുക്ക് കമ്പയർ ചെയ്യാം, പക്ഷേ ക്വാളിറ്റി വൈസ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സംഭവങ്ങളാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇതൊരു മിനിസോ നമ്മുടെ സൂഡിയോ പ്രൈസ് റേഞ്ചിൽ സൂഡിയോ മിനിസോയിലത്തെ ഒരു ക്യൂട്ട്നെസ് ഉള്ള ഐറ്റംസ്, പിന്നെ കുറച്ചേറെ കളക്ഷൻസ് ഉണ്ട് അവിടെ. എന്തായാലും എല്ലാവരും പുതിയതായിട്ട് വന്നതാണെന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടും ചിലർക്കൊക്കെ. ഇത് ദുബായിലത്തെ എന്തോ ഒരു ബ്രാൻഡാണെന്ന് പറയുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് മേടിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷർട്ട്. അപ്പോൾ അതിന് ഒരു മാച്ചിങ് ആയിട്ട് ഞാനൊരു ഷോർട്ട്സ് കൂടെ എടുത്തു. ഇപ്പോൾ ബീച്ചിലൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഔട്ട്ഫിറ്റ് ആയിരിക്കും അത്. ഇതിൻ്റെ കൂടെ നമ്മൾ മാച്ചിങ് ഷോർട്ട്സ്, ഈ ഷോർട്ട്സ് ആട്ടോ എടുത്തത്. ഇത് നല്ലൊരു ബേജ് ഷെയ്ഡ്. ഈ ഷോർട്ട്സ് കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ നമ്മുടെ ഫാബ്രിക്കിലാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നറിയില്ല, ഒരു ടെക്സ്റ്റേർഡ് ഫാബ്രിക്കാണ് വരുന്നത്. അതെനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ഈ രണ്ട്
ഇതും കൂടെ, ഈ ഷർട്ടും ഈ ഷോർട്ട്സും കൂടെയാണ് നമ്മൾ മാച്ചിങ് ആയിട്ട് എടുത്തത്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് അപ്പോൾ പുള്ളിയായിട്ട് എനിക്ക് മാച്ചിങ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീഷർട്ട് എടുത്തു. ഇത് മീഡിയം സൈസാണ് കേട്ടോ. ഇത് കുറച്ചൊരു, നമുക്ക് ഇതിൻ്റെ ഫിറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ടീഷർട്ട്സിലെ ഫിറ്റിങ്ങിൽ ഏറ്റവും നല്ലൊരു ഫിറ്റിംഗ് ആയിട്ട് തന്നെ പറയാം. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ഇതിന് വരുന്നതും 500 rupees ഉള്ളൂ, 499. ക്യാൻ യു ഗൈസ് ബിലീവ് ഇറ്റ്? സി, എന്തായാലും ക്വാളിറ്റി വൈസിൽ ഇതും നല്ലതാണ്. എനിക്ക് ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫിറ്റ് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ക്യാഷ്വലി ഇടാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ ബീച്ചിലൊക്കെ പോവുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല ഹസ്ബൻഡിന് വേണ്ടി എടുത്തത്, നമ്മൾ ബീച്ചിലൊക്കെ പോവുകയാണെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ഔട്ട്ഫിറ്റാണ്. അപ്പം ഇപ്പോൾ സമ്മറും കൂടെ വരികയാണ്, സ്പ്രിങ് സമ്മർ സീസണാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഈ ലൂസായിട്ട് ഇതുപോലെ ടീഷർട്ട്സ്, ഹാഫ് സ്ലീവ് ടീഷർട്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനായിരുന്നു അത്. പിന്നെ നമ്മൾ മേടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂട്ട്നെസ്സിൻ്റെ ആളാണല്ലോ, അതറിയാലോ. ഈ 3 സോക്സിൻ്റെ പെയറിന് വരുന്നത് ആകെ 250 രൂപ മാത്രമാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അവിടെ കണ്ടപ്പോൾ. ഇതിൻ്റെ എല്ലാം ഓൾമോസ്റ്റ് അവിടെ തീർന്നിരിക്കുകയാണ്. ഇത് നമുക്ക് പ്രിൻസ് കാണാൻ പറ്റുമോ? എന്ത് ക്യൂട്ടാന്ന് നോക്കിയേ. അപ്പം ഞാനിത് എനിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. ഗേൾസിൻ്റെ സോക്സ് ആട്ടോ, 3 പെയർസ്, ഫുഡ് ലൈനേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇത് ഇത്രയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്, നമ്മുടെ ഷൂസിൻ്റെ അടിയിലൊക്കെ യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് എൽസ് വി ഗോട്ട്, നമ്മുടെ ഈ ക്ലിപ്സ് ഇല്ലേ, ഇത് ഭയങ്കര വലുതായിട്ടുള്ള, എനിക്ക് ചെറിയ ക്ലിപ്സ് പറ്റത്തില്ല ഹെയറിൽ. ഒരുപാട് തിക്നെസ് ഉള്ളതുകൊണ്ടല്ല, പക്ഷെ എൻ്റെ ഹെയറിന് നോർമലി ചെറുതൊന്നും പറ്റില്ല. അപ്പോൾ ഈ ഒരു വലിയ ക്ലിപ്പ് ഞാൻ എടുത്തു. ഹെയറിലിരിക്കാൻ നല്ലതാണോ നോക്കട്ടെ. നന്നായിട്ടിരിക്കുന്നുണ്ട്. ഒത്തിരി ഇങ്ങനെ നമ്മളെ കുത്തുന്ന രീതിയിലത്തെ അല്ല, നോർമൽ ഒരു ക്ലിപ്പാണ്. പിന്നെ see how cute it is. ഇത് കണ്ടുപിടിച്ചത് എൻ്റെ ഹസ്ബൻഡാണ്. എവിടെ ഒരു യൂണിക്കോണിൻ്റെ ഐറ്റം ഉണ്ടെങ്കിലും ആൾ കണ്ടുപിടിച്ചിരിക്കും, അത് എനിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ ക്രിസ്മസ് വീഡിയോയിൽ മഗ് തന്നിരുന്നു യൂണിക്കോണിൻ്റെ. അതുപോലെ തന്നെ അത് സെയിം ഒരു ഷോർട്ട് മഗ് എനിക്ക് തന്നായിരുന്നു. പിന്നെ യൂണിക്കോണിൻ്റെ ബുക്സ്, പെൻസ്, അത് എവിടെ കണ്ടാലും എനിക്ക് വേണ്ടി മേടിക്കും. അപ്പോൾ അതുപോലെ തന്നെ ആൾ കണ്ടെത്തിയാണിത്. എനിക്കറിയില്ല ഇത് എന്തെങ്കിലും ഞാൻ ഇടുമെന്ന്, പക്ഷേ എടുത്തു. ഇതുപോലെ കുറേ കീ ചെയിൻ്റെ കളക്ഷൻസും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ, ഇതെനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടൊരു സാധനമായിരുന്നു, നമ്മുടെ ഹാൻഡ് ക്രീം. അവിടെ കണ്ടിട്ട് ഇതിൻ്റെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ടെസ്റ്റർ പോലും ഞാൻ കണ്ടില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു ഇവരുടെ ബ്രാൻഡ് ആയതുകൊണ്ട്. ഒരു പെർഫ്യൂം ഞങ്ങൾ അവിടെ നിന്ന് ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ അത് തന്നെ നല്ലൊരു ഗുഡ് സ്മെല്ലിംഗ് ആയിരുന്നു. അപ്പോൾ ഇത് എന്തായാലും നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇതെങ്ങനെയുണ്ടെന്നേ. ഗുഡ് ഫ്ലോറൽ സ്മെൽ. ശരിക്കും നല്ല ഒരു, എന്താ പറയുക, നമ്മുടെ ഒരു ലൈറ്റായിട്ടുള്ള സറ്റിൽ സ്മെല്ലാണ്. ഭയങ്കര അങ്ങ് ഹാർഷായിട്ടുള്ള സ്മെല്ലൊന്നുമല്ല. അപ്പോൾ അത് നോർമലി എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു സ്മെല്ലാണ്. ഇതിനാകെ കൂടിയുള്ളത് 99 രൂപ കേട്ടോ, ഈ ഹാൻഡ് ക്രീമിൻ്റെ റേറ്റ്. എനിക്കതാണ് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നല്ലൊരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഐറ്റംസിനൊക്കെ ഇത്രയും റേറ്റ് കുറവ് അവിടെ. നമ്മളിതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കേണ്ട കാര്യമില്ല, ബിക്കോസ് അറിയാമല്ലോ ഇൻഗ്രീഡിയൻസ് എന്തായാലും നല്ല ഹാർഷ് കെമിക്കൽസ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു റേഞ്ചിന് ക്യൂട്ടസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ ഇതിൻ്റെ 2-3 ഫ്ലേവേഴ്സും കൂടെ അവിടെ ഉണ്ടായിരുന്നു. എനിക്കെന്തോ ഈ ഒരു സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് ഈ ഒരു ഫ്ലോറൽ പ്രിൻസാണ് ഇഷ്ടമായത്. സി, അതിൻ്റെ പാക്കേജിങ് പോലും നല്ല ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യാം. സി, ഇതിൻ്റെ ഒരു എംബോസ്ഡ് ഫീലാണ് ഇതിൻ്റെ കവറിങ് വന്നിട്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ നമുക്ക് അവിടുന്ന് പിന്നെ നമ്മുടെ R&Bയുടെ ഒരു പെർഫ്യൂമാണ്. ഇതിൻ്റെ ആംബർ ഷിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വുമൻ്റെ പെർഫ്യൂമാണ്. ആംബർ ഷിക്ക് എന്ന് പറഞ്ഞാലും ഒരു നല്ലൊരു ഫ്ലോറൽ സ്മെല്ലാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. അപ്പം എനിക്കിത് ഇഷ്ടമായി. ഇത് ഞാൻ വേണമെങ്കിൽ പൊട്ടിച്ച് കാണിക്കാം പാക്കേജിങ്.
എന്തിങ്ങനെ ഫൈനലി എനിക്കിതെന്തോ ഒരു ലൈറ്റ് സ്മെല്ലാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു സ്മെല്ലാണ്. എന്തോ ഓർമ്മ വരുന്ന ടൈപ്പ് ഒരു സ്മെല്ലാണ്, പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്താണ്. ചില സ്മെല്ലുകൾ നമ്മളിങ്ങനെ എന്തോ ഒരു ഫീലിലേക്ക്, ലൈക്ക് എന്തോ ഒരു ഓർമ്മകളിലേക്ക് എത്തിയതില്ല. ഇത് പഴയ സ്മെല്ലല്ല, ബട്ട് എനിക്ക് എന്തോ ഒരു ഓർമ്മ വരുന്നൊരു സ്മെല്ലാണ്. എനിക്കറിയത്തില്ല എന്താണോ. അപ്പം ഇത്രയാണ് നമ്മൾ R&Bന്ന് മേടിച്ചത്. നെക്സ്റ്റ് നമുക്ക് ലുലു കണക്റ്റിൽ നമ്മൾ എന്താ മേടിച്ചത് കാണാം. ഇതെന്താ അറിയോ, നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ നമ്മൾ കാണിച്ചു തരാം. ഇവിടെ ഓൾറെഡി നമുക്കതൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അത് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരെണ്ണം കൂടെ മേടിച്ചു. അതാകുമ്പോൾ നമുക്ക് ലിവിങ് റൂമിൽ 2 എണ്ണമായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ആ സെയിം സാധനം അത് എവിടെ നിന്നാണ് മേടിച്ചതെന്ന് അവരോട് ഞങ്ങൾ ഗിഫ്റ്റ് തന്നവരോടും ചോദിച്ചിട്ട്, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. അപ്പം അത് അതിൻ്റെ സെയിം ഒരു പെയർ നമ്മൾ മേടിച്ചു. പിന്നെ നമുക്ക് അധികം അങ്ങോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് അല്ല കണക്ട് ചെയ്ത് മേടിച്ചേക്കുന്നത്, പക്ഷെ വീട്ടിലേക്ക് ആവശ്യമായ ഐറ്റംസ് നമ്മുടെ അഡൽട്ട്സിന് മാത്രം എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ബിക്കോസ് ഇത് മാറ്റാണ്, മാറ്റിൻ്റെ നല്ല ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മേടിക്കാതിരിക്കാൻ പറ്റിയില്ല, നമുക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് വേണമായിരുന്നു. അപ്പോൾ അതിൻ്റെ 3 കളേഴ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് നമ്മളവിടെ നിന്ന് എടുത്തത്. ഒന്ന് ഇത്, ഈ സ്ട്രൈപ്പ്, പിന്നെ ഇത് അതിൻ്റെ തന്നെ ഒരു പീച്ച് കളർ. സ്പ്രിംഗ് സീസണായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറച്ച് ഐറ്റംസാണ്. എന്നാലും ഞാൻ സത്യത്തിൽ സ്പ്രിംഗ് സീസണായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ലൈക്ക് എന്തെങ്കിലും ഡെക്കോർ കാര്യങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ ഇവിടെ ഒന്നും അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും കിട്ടില്ല. പിന്നെ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ ക്യൂട്ടായിട്ടുള്ള, ഇത് കാണാൻ വരുന്നുണ്ടോ, ഇതിൽ കിറ്റൻസിൻ്റെ ഇതുണ്ടോ, എന്ത് ക്യൂട്ടാന്ന് നോക്കിയാൽ. ഇത് കിച്ചൺ ടവൽസ് ആട്ടോ. ഇത് നമ്മുടെ ലുലു കണക്ട് ചെയ്യുന്നതിൻ്റെ മേടിച്ചാണ്. ഇതുപോലെ 3 എണ്ണം സെറ്റായിട്ട് വരും. എനിക്കിത് എന്തോ ഇതിൻ്റെ ഈ ഒരു പ്രിൻ്റ് കണ്ടിട്ട് തന്നെ നമ്മളിത് എടുത്തത്. ഇതിനാകെ കൂടെ വരുന്നത് 99 റുപ്പീസ്, അതായത് 99 രൂപ. ലൈക്ക് 100 റുപ്പീസേ ഉള്ളൂ ഈ ഒരു കിച്ചൺ ടവൽസിന്. നമുക്ക് ഏറ്റവും കൂടുതൽ കിച്ചണിൽ ആവശ്യം വരുന്ന സാധനങ്ങളാണ്. പെട്ടെന്ന് തന്നെ ഇതെല്ലാം അഴുക്കായി പോകാറുമുണ്ട്. അങ്ങനെ നമ്മളൊന്ന് ലുലു കയറി വന്നപ്പോഴത്തേക്കിന് ഇത്ര ഐറ്റംസാണ് മേടിച്ചത്. പിന്നെ നമ്മൾ ഹൈപ്പറിലാണ് പോയത്. ഹൈപ്പറിൽ പോയപ്പോൾ മേടിച്ച ഐറ്റംസ് ഞാനിപ്പോൾ കാണിച്ചത്. അതധികം ഇല്ല, കുറച്ച് ഐറ്റംസ് നമുക്കിപ്പം കഴിക്കാൻ വേണ്ടിയുള്ള ഫുഡും പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമാണ്. ലുലു ഹൈപ്പറിൽ നിന്ന് നമ്മൾ അധികം സാധനങ്ങളൊന്നും മേടിച്ചില്ല. ഈ കൊമ്പൂച്ച 2 ഫ്ലേവേഴ്സ് അതിന് ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ യാക്കൂട്ട്, നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ് യാക്കൂട്ട്. പിന്നെ അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്ട്രോബെറി, ഇത് കണ്ടിട്ട് എനിക്ക് നല്ല സ്ട്രോബെറീസ് ആയിട്ട് തോന്നിയ ഒരു കളർ ഉണ്ടായിരുന്നു, നല്ല റെഡ് സ്ട്രോബെറീസ്. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇന്ന് പത്തിരിയും പിന്നെ അതിൻ്റെ കൂടെ ബീഫ് കോക്കനട്ട് ഫ്രൈ ആണ് എടുത്തേക്കുന്നത്. പിന്നെ ട്വിക്സിൻ്റെ അവിടെ നല്ല ഓഫർ നടക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതും പിന്നെ ജിഞ്ചർ ആപ്പിൾസ്, അങ്ങനെ കുറച്ച് ഐറ്റംസ്. അപ്പോൾ ഇത്ര നമ്മൾ ലുലു നടത്തുള്ളൂ, എനിക്ക് ഹൈപ്പറിൽ നടത്തുള്ളൂ. കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റേതായ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് പണ്ടുണ്ടായിരുന്നതാണ്. അത് ഞാൻ ഇപ്പം എൻ്റെ 9 to 5 ജോബ് റിസൈൻ ചെയ്തിട്ട് എൻ്റെ ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ അതിൻ്റെ ആ പേജിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ സപ്പോർട്ട് ചെയ്യാം. കസ്റ്റമൈസേഷൻ ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതിൽ ഡയറക്റ്റ് DM അയച്ചാൽ മതിയാവും. പിന്നെ എൻ്റെ ഡ്രീം ആയിരുന്നു അത് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടേതായ ഒരു യൂണിറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഓൺലൈൻ സ്റ്റോർ മാത്രമേ കറൻ്റ്ലി ഉള്ളൂ, യൂണിറ്റാണ് നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാ ഓർഡേഴ്സും നമ്മൾ എടുക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം പേജ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഒരു ഗ്യാപ്പും വന്നത്. ഞാൻ അതിൻ്റെ കുറച്ച് ഓട്ടത്തിലായിരുന്നു. കുറച്ചേറെ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, കുറേയേറെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ
സ്ക്രാച്ച് ചെയ്യുന്ന തുടങ്ങുകയാണ്. അപ്പോൾ നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് നമുക്ക് യൂണിറ്റ് ഇല്ലായിരുന്നു, ഒരു വെസ്റ്റേൺ ടൈപ്പായിരുന്നു നമ്മളന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് ഓൺ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമൈസേഷനും സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ടൈപ്പ് ഔട്ട്ഫിറ്റ്സും നമ്മൾ ചെയ്യും. അപ്പോൾ I hope you guys enjoyed this video. If you did, please give it a thumbs up and subscribe to my channel. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞാനിത് എൻ്റെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയൊരു അക്കൗണ്ടാണ് സത്യത്തിൽ. അല്ലാതെ ഏൺ ചെയ്യാനോ അല്ലെങ്കിൽ വെറുതെ വാരി വലിച്ചെന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ കാണിച്ചു തരിക, പിന്നെ ഹോം ഡെക്കോർ ചെയ്യുക, ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു അക്കൗണ്ട് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, യൂട്യൂബ് ചാനൽ കൊണ്ട്. ആക്ച്വലി ഞാൻ ഈ വട്ടം സ്പ്രിംഗ് സീസണ് വേണ്ടിയിട്ട് വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല. അതുപോലെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്കായിട്ടുള്ള ഓട്ടം ഉണ്ടായിരുന്നു. അപ്പം പതുക്കെ ഇനി സ്പ്രിംഗ് സീസണിൻ്റെ ഡെക്കറേഷൻസ് കാര്യങ്ങളും ചെയ്യണം. പിന്നെ കുറച്ചേറെ കാര്യങ്ങൾ സെറ്റാക്കാനുണ്ട് നമുക്കിനി. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഓരോ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും ഇടയ്ക്കിടയ്ക്ക്. ലവ് യു ഗൈസ്, ബൈ. തുറക്കാൻ നോക്കിയൊന്ന് കീറി.